ഞാൻ വർക്കിലായിരുന്നടി. അവിടെ അറബി അടുത്ത് നിൽപ്പുണ്ട്. ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പ് കിട്ടി വിളിച്ച. എന്തുവായിരുന്നു മോളെ? ഹലോ ഹലോ, കട്ടാക്കി പോയോ ഇവിടെ? നീ ചുമക്കുന്ന കേൾപ്പിക്കാനാണോ എന്നെ ഈ സമയമില്ലാത്ത സമയം? അറബി അടുത്ത് നിൽക്കുന്ന എന്തോ കാര്യമെന്ന് പറയുന്നത്. സ്വപ്നേ എടി പറയടി, ഞാൻ ഈ സമയമില്ലാത്ത സമയത്ത് എന്റെ ദൈവമേ ഇത് എന്തൊരു കഷ്ടമാണ്. 3-4 ദിവസം കൊണ്ട് തുടങ്ങിയത്. ഞാൻ ഈ മൂർച്ച വലിയ മണ്ണെടുത്ത് ചാവും. ഞാൻ കഴിഞ്ഞോ? നിങ്ങളുടെ ആട്ടം കഴിഞ്ഞോ? കഴിഞ്ഞോ? നിങ്ങളും നിങ്ങളുടെ അച്ഛനും കൂടി ഈ വീട്ടിൽ അങ്ങ് പുറത്തോ. ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? എന്നെ കല്യാണം കഴിച്ചോട്ട് വന്നിട്ട് 7-8 മാസമായി. ഇതുവരെ നിങ്ങൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് അയക്കുന്ന പൈസ എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ? ഇല്ല, എല്ലാം നിങ്ങളുടെ അച്ഛന്റെ അക്കൗണ്ടിൽ. എന്തുമാത്രം നല്ല നല്ല ജോലിക്കാരുടെ ആലോചന എനിക്ക് വന്നതെന്നറിയാമോ? അതെല്ലാം ഞാൻ വേണ്ടാന്ന് വെച്ച് ഒരു ഗൾഫുകാരനെ കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് എന്തിനാ? നിങ്ങൾ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് പൈസ അയക്കുമ്പോ എനിക്ക് ഇവിടെ നിന്ന് ദൂർത്തടിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാ. അല്ല, അതെല്ലാം കൂട്ടി വെച്ച് എനിക്ക് ഓർത്ത് സന്തോഷിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പറ്റുന്നില്ലല്ലോ. ഇപ്പഴെന്താ കുഴപ്പമെന്ന് പറയാന്ന്? ഇതില് രണ്ടിനൊരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ വീട്ടിൽ പോകും. എടി, ഈ നിസാറിന്റെ കാര്യത്തിലൊക്കെ നീ പിണങ്ങി പോവാണോ? എന്നെ നിസാറിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്തോ അത് ലൗഡ് സ്പീക്കർ ആയിരുന്നു. നിന്റെ നിസാർ കൗണ്ടർ അറബി കേട്ട് എന്നോട് പൊക്കോളാൻ പറഞ്ഞു. എനിക്കറിയണ്ട, പൈസ എന്റെ പേരിൽ അയച്ചില്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോകും. നീ അച്ഛനെ കൂടെ, ഞാൻ അച്ഛനോട് സംസാരിക്കാം. അച്ഛനോട് കണ്ടുകൊണ്ട് പോയി തിരക്ക്. ഇനി എന്നെ വിളിക്കേണ്ട, വിളിച്ചാൽ ഞാൻ എടുക്കുന്നുമില്ല. ഈ വരുന്നത് ഉറാങ്കൂട്ടാനല്ല, എന്റെ അമ്മായിയച്ഛൻ ഓമനക്കുട്ടനാ. ഇത് എന്തൊരു പുതുമാർച്ചയായി, ഇത് എന്തോ ഇത്? എന്റെ പൊന്നുകുഞ്ഞെ, മുറ്റത്തുനിന്ന് അടുക്കളയിലോട്ട് കയറി അറിയാതൊന്ന് ഇടതു തിരിഞ്ഞു ചെന്ന് കയറിയത് പാതകത്തിന്റെ അടിയിൽ. 1.5 മണിക്കൂർ എടുത്ത് അവിടുന്ന് പുറത്തിറങ്ങാൻ. ഇത്രയും നാളായിട്ട് അറിയത്തില്ലായിരുന്നു അടുക്കളയിൽ നേരത്തോട്ട് തിരിഞ്ഞ പാതകമാന്ന്. അതെങ്ങനെ അറിയാനെ കൊണ്ടാ? നോക്ക്, ഒരുത്തൻ ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടേക്കും അടപണ്ടാരം വീട്. 10-28 മുറി. ഇതിൽ മുറി ഏതാ, വർക്കേരി ഏതാ, കക്കൂസ് ഏതാന്ന് ആർക്കറിയാനെ കൊണ്ടാ? കഴിഞ്ഞ ദിവസം ഈ 2 നിലയുടെ മണ്ടയ്ക്ക് ഞാൻ അറിയാതെ ഒന്ന് കയറി. 2 ദിവസം എടുത്തു വഴി തിരക്കി പിടിച്ച് താഴെ ഇറങ്ങാനെ കൊണ്ട്. അയ്യോ, അച്ഛൻ മോളിലുണ്ടായിരുന്നോ? കാണാനായപ്പോ ഞാൻ വിചാരിച്ച നാത്തൂന്റെ വീട്ടിൽ പോയി തന്നു. അപ്പൊ ഞാൻ മേളിൽ കിടന്ന് അലക്കിലും തട്ടുവോ മുട്ടുവൊക്കെ ചെയ്യുന്നത് കേട്ടില്ലോടി നീ? കേട്ടു, ഞാൻ വിചാരിച്ച വല്ല മരപ്പട്ടിയായിരിക്കും. എന്തിനാ വളഞ്ഞു തിരിഞ്ഞ് വിളിക്കുന്നത്? മുഖത്ത് നോക്കി ഡയറക്റ്റ് അങ്ങ് വിളിക്കങ്ങ്. ഞാൻ അത് ശീലിച്ചിട്ടില്ല. ഞങ്ങളുടെയൊക്കെ തറവാട്ടിൽ പണ്ടൊക്കെ ആണുങ്ങൾ വന്നാൽ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് കൊടുക്കും ബഹുമാനം കൊണ്ട്. അത് ബഹുമാനം കൊണ്ടല്ല, നിങ്ങളുടെ വീട്ടിൽ ഒരു കസേര ഉണ്ടായിരിക്കും. അതുകൊണ്ടൊന്നുമല്ല. 2-3 കസേര മോൻ മേടിച്ചിട്ടേക്കോല്ലോ, കേറി ഇരിക്കണം. മാറി മാറി കസേരയിലിരിക്കാൻ പൊന്നോണത്തിന് കസേരകളി മത്സരം നടക്കുമല്ലോ. ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും കൈവെക്കുന്നിടത്ത് കാല് വെക്കത്തില്ല. എന്താ, അവർക്ക് കാലെത്തത്തില്ലായിരുന്നു? ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും തർക്കുത്തരം ഇങ്ങനെ പറയത്തില്ല. ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും ഒന്ന് കാണിക്കത്തില്ല. ഞങ്ങളുടെ തറവാട്ടിലെ ആണുങ്ങളൊന്നും ഫേസ് പാക്ക് എടുത്ത് തിന്നത്തില്ല. ഞാൻ വെളുക്കാൻ എന്റെ മുഖത്ത് വെച്ച് എനിക്ക് വെളുക്കാൻ. വെളുക്കട്ടെ, നിന്റെ മുഖം വെളുക്കട്ടെ. അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ട് എന്നെ കാണുമ്പോൾ നിന്റെ മുഖം കറക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛന് തെറ്റിപ്പോയി. തെറ്റിയതാണോ? ചുമ്മാ തോന്നിയാണോ? എനിക്ക് തോന്നിയ തെറ്റിയെന്നല്ല പറഞ്ഞത്, 2-3 അല്ല, ഒരു 1.5 ആഴ്ച എന്റെ മുഖത്തേക്ക് നല്ല എന്തുവാന്നല്ലേ ചോദിച്ചത്? അച്ഛൻ, ഞാൻ ഈ വീട്ടിലെ മരുമോളാണോ അതോ ഒരു ഭിക്ഷാടനക്കാരിയാണോ? അതെന്തോ ഇപ്പൊ നിനക്ക് അങ്ങനെ ഒരു സംശയം? എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ അച്ഛന്റെ കൈ വന്ന് ഇങ്ങനെ നീട്ടണം. അതിനൊന്നും കുഴപ്പമെന്തോ? നീട്ടണം. ആഹാ, 7 മാസമായി എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് വീർപ്പ് ചീന്തി പൈസ അയക്കുന്നു. അത് എന്റെ അക്കൗണ്ടിൽ അയക്കേണ്ടത്, അല്ലാതെ അച്ഛന്റെ അക്കൗണ്ടിലല്ല. നിന്റെ ഭർത്താവ് ആകുന്നതിന് മുമ്പ് അവനെ ഞാനാണ് 10-28 വയസ്സ് വരെ വളർത്തിയത്. അവൻ അധ്വാനിക്കുന്ന പൈസ എന്റെ കയ്യിലാണ് അവൻ തരേണ്ടത്. 7 മാസത്തെ കാര്യം മാത്രം ഞാൻ നോക്കിയാൽ മതി. 10-28 കൊല്ലത്തിന്റെ കാര്യം എനിക്കറിയണ്ട. ഇപ്പൊ എന്റെ ഉത്തരവാദിത്തം മൊത്തം അയാളാണ് നോക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് പൈസ വരേണ്ടത് എന്റെ അക്കൗണ്ടിലാണ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ആ ചെറുക്കൻ എന്റെ കയ്യിൽ പൈസ അയച്ചു തരുന്നതുകൊണ്ടാണ് ഞാനത് കയ്യിൽ ചുരുട്ടിക്കൂട്ടി പിടിച്ച് ഈ കാണുന്നെല്ലാം ഉണ്ടാക്കിയത്. അച്ഛൻ, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ എന്റെ അച്ഛനെ വിവരം പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. എന്റെ അച്ഛൻ വരുമ്പം വായിരിക്കുന്ന കേക്കാം. ഓ, നമ്മുടെയൊക്കെ അച്ഛന്റെ വായി നാക്ക, ഇവർ അച്ഛന്റെ വായി കേക്ക.